ഹലോ. അമ്പലത്തിലൊക്കെ പോയിട്ടപ്പോ കേട്ടില്ല. അമ്പലത്തിലൊക്കെ പോയിട്ടപ്പോ അമ്പലത്തിൽ പോയിട്ട് എന്റെ വന്നേ ഉള്ളൂ. ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. ഭർത്താവ് ഉണ്ടായിരുന്നു. ഉണ്ട്. നാളെ പോവുമല്ലോ. അതിന്റെ ഇതിനും പോയതാണോ? നാളെ പോകുന്നത് കൊണ്ട് ഇന്ന് പോയി തൊഴുതിട്ടൊക്കെ വരാന്ന് പറഞ്ഞു. എന്തോ പറ്റിയെന്തോ. സാധാരണ ഇത് ഇത്രയും നാളായിട്ടും അങ്ങനൊന്നും ഒരു പോക്കില്ലായിരുന്നു. ഈ വട്ടം വന്ന് അമ്പലങ്ങളിലൊക്കെ പോയി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? നമ്മുടെ കാര്യം വല്ല സംശയം വല്ലതും ഉണ്ടോ? ഹലോ. നമ്മുടെ കാര്യമല്ലേ, എന്നെ സംശയം വല്ലതും ഉണ്ടോ എന്തോന്ന്? അതെന്താ? കഥ പതിവില്ലാത്ത കണക്കത്തെ ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. രാത്രിയിലും കളിയൊക്കെ ഉണ്ടായിരുന്നു. അതാ പറഞ്ഞു. രാത്രി മാത്രല്ല, പിള്ളേര് സ്കൂളിൽ പോയി കഴിഞ്ഞു. അല്ല, ഇത്രയും വർഷമായിട്ടും വന്ന് അത്രയ്ക്കൊന്നുമില്ല. ഈ വട്ടം വന്നപ്പോ മിക്ക ദിവസം ഇത് തന്നെയായിരുന്നു. പിള്ളേര് സ്കൂളിൽ പോകാൻ നോക്കിയിരിക്കുന്ന കാര്യം. പിന്നില്ലേ, അതുകൊണ്ടല്ലേ നിങ്ങളെ വിളിക്കാൻ. ഇപ്പം പിന്നെ സജിയെണ്ണം വന്ന് അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി കേട്ടോ. എന്നെ അവർക്ക് ട്രീറ്റ് എന്റെ ഭർത്താവ് പിന്നെ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വിളിക്കാനായി. അങ്ങേരുടെ ഫോണൊന്നും എടുത്ത് നോക്കിയതോ ഒന്നുമില്ല. പക്ഷെ ഇതുവരെ ഇങ്ങനെ ഒരു ഇതില്ലാത്തോണ്ട് എനിക്ക് സംശയം. അറിഞ്ഞിട്ടാണോ എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുക? അല്ല, അതിലൊരു കാര്യമുണ്ട്. അതല്ല, ഇതുവരെ വന്നത് 2 വർഷം കഴിയുമ്പോ ഇന്ന് വരികയായിരുന്നു. ഇതിപ്പം 4 വർഷമായി പോയിട്ട് 4 വർഷം. ഞാൻ പറഞ്ഞില്ലല്ലേ, എനിക്ക് വന്നപ്പം കുറെ സാധനങ്ങളുണ്ട് എന്ന്. പറയാന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പഴല്ലേ പിന്നെ നീ ഒന്നും വിളിക്കുന്നത്. അതാ പറഞ്ഞ, എനിക്ക് പറയാൻ പറ്റൂല. ഇനിയിപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് അങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ഒരുങ്ങി നിൽക്കി അപ്പച്ചിയുടെ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോണെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ അവന്റെ കയറിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഒന്നും വേണ്ടായിരിക്കും. നിങ്ങളുടെ കയറിന്റെ ഒരു പ്രത്യേകത നിങ്ങളുടെ ഇതുവരെ കേറിയിട്ട് എനിക്ക് പ്രത്യേകത ഉണ്ടെന്നല്ലായിരുന്നു. ഒഴിച്ചോടി. പ്രസവം നിർത്തിയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലല്ലോ. പ്രസവം നിർത്തിയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലല്ലോ. മൊത്തം ഒഴിച്ച് കാണുമല്ലോ. അതാ പറഞ്ഞു. നമ്മളൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് നിന്റെ ഭർത്താവും ഇനിയിപ്പം പോയി കഴിഞ്ഞിട്ട് നീ പറ്റും. പക്ഷെ എനിക്കൊക്കെ പാവം തോന്നും. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, 20 ദിവസത്തെ ലീവിന് വന്നത്. 20 ദിവസത്തെ. 20 ദിവസത്തെ ലീവിനാണെങ്കിൽ എത്ര കളി കളിച്ച്. അത് ഇപ്പൊ അങ്ങനെ കുറ്റം. നമ്മളിപ്പൊ അടുത്തുണ്ടായിട്ട് നമ്മള് കാണുമ്പോ മൊത്തം കളി തന്നെ. അപ്പം അടുത്തില്ലാത്ത അങ്ങനത്തെ കാര്യം എത്ര ദിവസമായി ഒന്ന് കളിച്ചിട്ട്. നാളെ പോന്നത്. നാളെ എനിക്ക് വരക്കാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? അവിടെ ആള് ഉണ്ടാക്കുന്നതിന്റെ ആളുകളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാനെന്റെ എന്റെ വീട്ടിലോട്ട് പോകും. എനിക്ക് അവിടെ നിന്ന് എയർപോർട്ടിൽ പോയാൽ എളുപ്പം. അല്ല, എയർപോർട്ടിൽ പോയിട്ട് വന്നിട്ട് അവിടെ നിൽക്കാനല്ലേ എളുപ്പം. ഞാൻ അങ്ങോട്ട് വരണോ അതോ അങ്ങോട്ട് വന്നാ മതിയോ അതോ പുറത്തന്നെ എടുക്കണോ? ഞാൻ അങ്ങോട്ട് ഇറങ്ങി. കാറ് നാളെ കിട്ടും. കിട്ടുവോ? ഇന്ന് കണ്ട സജിയണ്ണൻ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. സജിയണ്ണൻ വണ്ടി എടുത്തോണ്ട് ഞാൻ ഓടിക്കാന്ന് വെച്ചത്. അപ്പം പിന്നെ കാറില്ലല്ലോ, പണിയാൻ കിട്ടിയതല്ലോ. കഴപ്പെങ്ങനെ തീർക്കും? അതാണ് ഞാൻ ഇത്ര ദിവസം എന്ത് ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയാം. സ്വന്തമായിട്ടൊന്നും കളഞ്ഞില്ല. കളഞ്ഞു. പെണ്ണും പിള്ള ഒന്നും ചെയ്തില്ലേ?
അവൾ ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്റെ അടുത്ത് തന്നെ. ഉം. അവളാ ബാങ്കിൽ പിന്നെയും കേറി അവിടെ ഇല്ലേ. അപ്പൊ അവിടെ പോയതുകൊണ്ട് കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ലല്ലോ. കാര്യങ്ങൾ നടന്നില്ല മറ്റേ എനിക്കൊന്ന് വിളിക്കാന്ന് വെച്ചാൽ അതും നടന്നില്ല. നീ പിന്നെ നടക്കണ്ട. പറഞ്ഞതും ഇല്ലായിരുന്നു. അവന്റെ ഉം. ഭർത്താവ് വരുന്നതുകൊണ്ട് നീ വിളിച്ചിട്ടേ വിളിക്കാവൂ. അത് ഞാൻ വിളിക്കാൻ എല്ലേലും നടക്കണ്ട. നിന്റത് മാത്രം കേറിയത്. ഇട്ടതേ കേറുന്നുള്ളൂ ഇപ്പൊ. എനിക്കതാ അവൾ ഇഷ്ടം. എത്ര ആളുകൊണ്ട് ഇപ്പൊ അവിടെ അവളെ നിന്റെ മാത്രമേ കേറുന്നുള്ളൂ. നിനക്ക് പിന്നെ നിന്റെ ഭർത്താവിനെ കേറുന്നു. നല്ല കളിയുണ്ടെന്നല്ലേ പറഞ്ഞത്. എന്റെ മതി, എനിക്കതാ ഇഷ്ടം. അവൻ മൊത്തം അടിച്ച് തുറത്തിയിട്ടായിരിക്കും പോയത്. എനിക്ക് അത് മൊത്തം ഞാൻ പറയുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞ കേറാതിരുന്ന് കേറിയപ്പോ അതിനുകൊണ്ട് സുഖമുണ്ടായിരുന്നു. പിന്നല്ലേ. അല്ലെങ്കിൽ അങ്ങനെയാ. ഭർത്താവിന്റെ കേറുന്ന അതൊരു തെറ്റി. അത് എത്രയെന്ന് പറഞ്ഞാല് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരുത്തന്റെ കേറിയതുള്ളൂ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് എത്ര മാറി കയറിയിട്ടുണ്ട്. നിങ്ങളുടെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ശരീരത്തെ ഒരുത്തൻ പൊട്ടിക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ. കോർപ്പറേറ്റ് ഉണ്ടായിരുന്നു. അതോ പണ്ടത്തെ കണക്ക് കൈക്കടി മാത്രമുള്ളായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു, ഇവിടത്തെ വന്നത്തെ പ്ലേയും എല്ലാം ഉണ്ടായിരുന്നു. മൊത്തം ചപ്പി വലിച്ചു വെച്ചിട്ട് പോയോടി. ചെറുതായിട്ട്. ചെറുതായിട്ടൊന്നും അല്ലായിരുന്നു. സത്യം പറഞ്ഞ എനിക്ക് പീരീഡ്സ് അങ്ങോട്ട് കഴിയുന്നതുകൊണ്ടേ അറിയാലോ അവസ്ഥ എന്നായിരിക്കും. വണ്ടിയുടെ സൗണ്ട് ഉണ്ടോ ഇവിടെ? ആ പുറത്ത് കാറില്ല നീ പറഞ്ഞു. എനിക്ക് മനസ്സിലായത് ഒന്നാമത് എനിക്ക് പീരീഡ്സും കൂടെ കഴിയുന്നത് കൊണ്ടേ അതുപോലെ അരച്ചു നിൽക്കുമായിരുന്നു. അവൻ പണ്ടെന്ന് ഞാൻ കളിക്കുന്നതാണ് സുഖം. അത് അങ്ങോട്ട് കളിക്കുമ്പോൾ സുഖമുണ്ട്. ആര് അല്ല അവൻ അതേ കണക്ക് ചെയ്ത് തന്നു. മണിക്കൂറോളം ഇട്ട് കളിച്ച. പിന്നെ അതൊന്നും പറഞ്ഞ് ഈ വട്ടം നമുക്ക് ഭ്രാന്തായിരുന്നു. അവർക്ക് കളിച്ചും പറഞ്ഞ ദോഷത്തിൽ വരെ നിന്ന് എന്റെ ബാക്കിൽ കഴിച്ചു. ബാക്കിൽ എനിക്ക് പെയിനാ. അത് പറഞ്ഞപ്പോ പിന്നെ ഫ്രണ്ടിൽ തന്നെ കേട്ടിട്ടു. പക്ഷെ സുഖം ഉണ്ടായിരുന്നു. ഇത് പൊളിച്ച് അടിക്കുകയാണ്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ എടുത്തുള്ളൂ. അത് നിർത്തി വരുവാണ് എനിക്ക് പോയിട്ട്. ഇനി ഇപ്പോഴാ വരത്തില്ല. അപ്പം നമ്മളുടെ ഫൈറ്റാണ്. നമ്മളോട് കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അതെന്താണ് ഇത്ര നാളുകൾക്ക് ശേഷം 4 വർഷങ്ങൾക്ക് ശേഷം കണ്ട് ഇന്ന് ചെയ്യുന്നു. എന്നൊരു കാര്യം പറയട്ടെ, അതല്ല അല്ലാത്ത സാധനം വരെ വലുതായെന്നുള്ളത്. കേട്ടില്ല. അല്ലാത്ത സാധനം വരെ വലുതായെന്നുള്ളതാ. അത് ഇത്ര നാൾ കേറാതിരുന്നിട്ട് എനിക്ക് തോന്നുന്നു. അതാ എന്തോ അവിടെ ആർബിറ്റുകളെ എടുത്തിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നില്ല. അത് തോന്നത്തില്ല. നാളെ നീ നിന്റെ വീട്ടിലായിരിക്കത്തില്ലയുള്ളൂ. ഞാൻ അന്ന് ഇരിക്കത്തില്ല. അന്ന് എന്റെ വീട്ടിലായിരിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇന്ന് വൈകിട്ടാണ് ഫ്ലൈറ്റ്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് രാവിലെ ഞാൻ അവിടെ ഇറങ്ങത്തുള്ളൂ. പിന്നെ സജി അണ്ണന്റെ കാറിലാ പോന്നെ. സജി അണ്ണൻ 27 മണിക്കൂർ അവിടെ ആണ്.
പിന്നെ ഇത്രയും നാളും ഇവിടെ ഏട്ടനില്ലാത്തപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരാവശ്യത്തിനും വിളിച്ച ഓടി വരുന്നൊരു മനുഷ്യനാണ് നേരെയുള്ളൂ. ഏത് രീതിയിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ. എന്നിട്ടാണോ നിങ്ങള് നിനക്ക് ഒരു കുരിക്കുന്നോ ഒരു കട്ടീന്നോ മുട്ടീന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു? ഉം. എന്നിട്ടാണോ നിന്റെ സഖ്യണ്ണന്റെ ഒരു കട്ടീന്നോ അവിടെ ഇവിടെ അതും പിടിച്ചെന്നോ? അതിപ്പം നിങ്ങൾ എങ്ങനെ പിടിക്കുന്ന എനക്കൊരബദ്ധം പറ്റിയതാ. ആണ്. ഉം. ഇനി സഖിക്ക് കൊടുക്കൂല. ഏയ് ഒന്നും വെക്കണ്ട, നിങ്ങോ എനിക്കറിയത്തില്ല. അങ്ങനെ പറയാതെ ഞാൻ പോകുന്നത് വെടിയാണ്. ശരിയെന്നില്ല, ഞാൻ ചോദിച്ചതാ. പിന്നെ സജിക്ക് എന്തായാലും നിന്നെ നല്ല നോട്ടമുണ്ട്, അതുകൊണ്ടാവാൻ കയറി പിടിക്കാൻ. സാരമില്ല, എന്തെങ്കിലും നടക്കട്ടെ. എന്തായാലും നാളെ